നമസ്കാരം. ക്ലാസ്മേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ എൻ്റെ എക്സ്പാൻസീവ് പ്ലെയിനിൻ്റെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്ത നോക്കുക, അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇസ് മോർ സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ? അഗ്രികൾച്ചറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതാണെന്ന്. അപ്പോൾ നമ്മളിവിടെ 3 ജിയോഗ്രഫിക്കൽ ഡിവിഷൻസിനെ കുറിച്ച് പഠിച്ചു. ഏതാണ്? ബാബർ, ടെറായ്, അലൂവിയൽ പ്ലെയിൻസ് അല്ലേ. അപ്പോൾ ഈ 3 അഗ്രികൾച്ചറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ പ്ലെയിൻസ് ആണ് കേട്ടോ. അപ്പോൾ അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻ. ഒരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം നമ്മൾ പഠിച്ചിരുന്നു, ഡെൽറ്റാസ് എന്ന് അല്ലേ. ആ 3 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. 3 ഏതൊക്കെയാണ് ആ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്? ഒന്നാമത്തത് റിവറൈൻ ഐലൻഡ്സ്, രണ്ടാമത്തത് ഡെൽറ്റാസ്, സാൻഡ് ബാസ്. എന്താണ് സാൻഡ് ബാസ് അല്ലേ, മണൽ വരമ്പുകൾ. അപ്പോൾ ഇങ്ങനെ 3 നമ്മൾ പഠിച്ചു. റിവറൈൻ ഐലൻഡ് എന്ന് വെച്ചാൽ നദീജന്യ ദ്വീപുകൾ, ഡെൽറ്റാസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് തന്നെയാണ്, പിന്നെ സാൻഡ് ബാസ് എന്ന് പറഞ്ഞാൽ മണൽ വരമ്പുകൾ എന്നിങ്ങനെ. അതിൽ ഇനി ഡെൽറ്റാസ് എങ്ങനെയാണ് ഫോം ചെയ്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. വെൻ ദ റിവേഴ്സ് നിയേഴ്സ് ദ റിവർ മൗത്തിൻ്റെ അടുത്തേക്ക് വരുന്ന റിവർ മൗത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നദി ഒഴുകി അവസാനിക്കുന്ന സ്ഥലം. ഏത് വാട്ടർ ബോഡിയിലോട്ടാണോ അല്ലെങ്കിൽ സീയിലോട്ടാണോ ചേരുന്നത് ആ ഒരു പ്രദേശത്തെയാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. അപ്പം വെൻ ദ റിവർ നിയേഴ്സ് ദ റിവർ നദി ഒഴുകി റിവർ മൗത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഏത് വഴി? ത്രൂ ദ പ്ലെയിൻസ്, സമതലങ്ങളിലൂടെ നദി ഒഴുകി റിവർ മൗത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദ വെലോസിറ്റി ഓഫ് ദ റിവർ ഡിക്രീസസ്. ആ റിവറിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആവുന്നു, കുറയുന്നു. മോസ്റ്റ് റിവേഴ്സ് ബ്രാഞ്ച് ഔട്ട് into distributaries at this stage where the volume of both the water and the sediments is high. അപ്പോൾ ഈ നദി ബ്രോട്ട് ചെയ്തുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ സെഡിമെൻസിൻ്റെ അളവും ഇവിടെയൊക്കെ വരുമ്പോൾ കൂടുതലായിരിക്കും. ഈ റിവർ മൗത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? മോസ്റ്റ് റിവേഴ്സ്, മിക്കവാറുള്ള റിവേഴ്സൊക്കെ ബ്രാഞ്ച് ഔട്ട് ഇൻറ്റു ഡിസ്ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ നദികൾ ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടറീസ്, കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നു കേട്ടോ. കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നു. ഈ ഡിസ്ട്രിബ്യൂട്ടറീസിൻ്റെ ഇടയിൽ ഇതെന്ത് ചെയ്യുന്നു? വഹിച്ചു കൊണ്ടുവരുന്ന അലൂവിയോ ഉണ്ടല്ലോ അല്ലെങ്കിൽ സെഡിമെൻറ്റ്സ്, ആ സെഡിമെൻറ്റ്സിനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഫോമിങ് ആൾമോസ്റ്റ് ട്രയാങ്കിൾ ഷേപ്ഡ് ലാൻഡ് ഫോംസ് കോൾഡ് ഡെൽറ്റാസ്. എന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ഡെൽറ്റാസ്. ദീസ് ഫീച്ചേഴ്സ് ആർ നെയിംഡ് ആഫ്റ്റർ ദ ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റ ഡ്യൂ ടു ദെയർ റിസംബ്ലൻസ് ഇൻ ഷേപ്പ്. ഇത് ഗ്രീക്ക് ആൽഫബറ്റിലെ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡെൽറ്റ എന്ന് പറയുന്ന ആ പേര് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ലാൻഡ് ഫോം വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു ദ ഡെപ്പോസിഷണൽ പ്രോസസ് ബൈ റിവേഴ്സിൻ്റെ ഡെപ്പോസിഷണൽ പ്രോസസ്സിലൂടെ രൂപപ്പെടുന്ന ലാൻഡ് ഫോംസ് നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഡെൽറ്റാസ് അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ റിവറൈൻ ഐലൻഡ്സ്, നദീജന്യ ദ്വീപുകൾ, റിവറൈൻ ഐലൻഡ്സ് ഉണ്ട്. പിന്നെ മൂന്നാമത്തത് സാൻഡ് ബാസ്, മണൽ വരമ്പുകൾ. ഇങ്ങനെ 3. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ക്ലൈമറ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ക്ലൈമറ്റിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കാം. ഒന്നാമത്തത് കോൾഡ് വെതർ സീസൺ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്ന ഫസ്റ്റ് വെതർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൾഡ് വെതർ സീസൺ എന്ന് പറയുന്ന സീസണാണ് ശൈത്യകാലാവസ്ഥ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൾഡ് വെതർ സീസൺ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, എക്സ്പ്ലെയിൻ അബൌട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതാനുള്ളത്? യൂഷ്വലി ദ കോൾഡ് വെതർ സീസൺ സെറ്റ്സ് ഇൻ ബൈ മിഡ് നവംബർ ഇൻ നോർത്ത് ഇന്ത്യയിൽ മിഡ് നവംബർ മധ്യത്തോടെയാണ് എന്തെത്തുന്നത്? ഈ കോൾഡ് വെതർ സീസൺ എത്തുന്നത്, ശൈത്യകാലാവസ്ഥ എത്തുന്നത്. ഡിസംബർ ആൻഡ് ജനുവരി ആർ ദ കോൾഡസ്റ്റ് മന്ത്സ് ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയാണ്. ആൻഡ് എക്സസീവ് കോൾഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ പീരീഡിൽ എക്സസീവ് കോൾഡ്, അതായത് നല്ല അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ഡു യു നോ വൈ ദർ ഈസ് എക്സസീവ് കോൾഡ് വെതർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എക്സസീവ് കോൾഡ് അനുഭവപ്പെടുന്നതിന് എന്തുകൊണ്ടാണ് എന്നത്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് താഴെ ബുള്ളറ്റിനിട്ട് കൊടുത്തേക്കുന്നത്. എന്താണ്? വൈ ക്വസ്റ്റ്യൻ ഇതാണ്. വൈ
there is excessive cold weather in the North Indian plain. ആൻസർ നോക്കിയോളൂ. ഒന്നാമത്തെ പോയിന്റ്, ദ മേജർ പോർഷൻ ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ഓഷ്യൻ റിസൾട്ടിംഗ് ഇൻ എ കോണ്ടിനെന്റൽ ക്ലൈമാറ്റ്. എന്താണ്? ദ മേജർ പോർഷൻ ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, സ്ഥിതി ചെയ്യുന്നത് ഫാർ അവേ ഫ്രം ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ഓഷ്യൻ. ഓഷ്യനിൽ നിന്ന് വളരെയധികം ദൂരെയായിട്ടാണ്. ഈ ഓഷ്യൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്നറിയപ്പെടുന്നു ഈ ഓഷ്യൻ. ഏതിൻ്റെ? വെതറിൻ്റെ. അതായത് അത് ഭയങ്കരമായിട്ടുള്ള എക്സസീവായിട്ടുള്ള തണുപ്പോ ഭയങ്കരമായിട്ടുള്ള ചൂടോ ഒക്കെ അനുഭവപ്പെടുമ്പോൾ അതിനെ ഒന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഷ്യനിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. റിസൾട്ടിങ്, അതിൻ്റെ ഫലമായിട്ട് ഒരു കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ആയിരിക്കും ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. Snowfall in the nearby Himalayan ranges contributes to strong cold waves. ഈ അടുത്തുള്ള ഈ ഹിമാലയൻ റേഞ്ചസിൽ എന്താണ്? സ്നോഫാൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ആ സ്നോഫാൾ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അതെന്തിന് സഹായിക്കുന്നു? ശക്തമായിട്ടുള്ള ഇറ്റ് കോൺട്രിബ്യൂട്ട്സ്. അത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. സ്ട്രോങ് ആയിട്ടുള്ള കോൾഡ് വേവ്സ്, നല്ല ശക്തമായിട്ടുള്ള ശീതക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ സ്നോഫാൾ ഇൻ ദ നിയർ ബൈ ഹിമാലയൻ റേഞ്ചസ്, അടുത്തുള്ള ഈ ഹിമാലയൻ പർവ്വതത്തിൽ സ്നോഫാൾ ഉണ്ടാകുന്നു, മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്തിന്? ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. അതിൻ്റെ ഫലമായിട്ട് ആ ഹിമാലയൻ റേഞ്ചസ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള കോൾഡ് വേവ്സ് ഉണ്ടാകുന്നു. അടുത്തത്, കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ് ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ ഫ്രോസ്റ്റ്, ഫോഗ്, കോൾഡ് വേവ്സിനൊക്കെ കാരണമാകുന്നു. എന്തോന്നാണ്? കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള കോൾഡ് വിൻഡ്സ്. വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള തണുത്ത കാറ്റ് അല്ലെ ശീതക്കാറ്റ് എന്തിനൊക്കെ കാരണമാകുന്നു? ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ്. ഫ്രോസ്റ്റ് ഉണ്ടാക്കുന്നു, ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിമം കേട്ടോ. പിന്നെ ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്, അതായത് മഞ്ഞിൻ്റെ വിവിധ രൂപങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? കോൾഡ് വേവ്സ്, ശീതതരംഗം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് കാരണമാകുന്നു. എവിടെയാണ്? വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ. അടുത്തത്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടുവാർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ ആഡ്സ് ടു ദ കോൾഡ് കണ്ടീഷൻസ്. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ അപ്പാരന്റ് മൂവ്മെന്റ്, സൂര്യൻ്റെ അയനം. എവിടുന്ന് അങ്ങോട്ട്? ഫ്രം നോർത്തേൺ ഹെമിസ്ഫിയർ ടു സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലോട്ടുള്ള സൂര്യൻ്റെ അപ്പാരന്റ് മൂവ്മെൻറ്റ്, ചലനം ആഡ്സ് ടു ദ കോൾഡ് കണ്ടീഷൻ. അത് കോൾഡ് കണ്ടീഷന് കാരണമാകുന്നു. ഓക്കെ. ഇനി ഇവിടെ ഡ്യൂറിങ് കോൾഡ് വെതർ സീസൺ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ റിസീവ് സ്ലൈറ്റ് റെയിൻഫോൾ. ഈ കോൾഡ് വെതർ സീസണിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വളരെ ചെറിയ അളവിൽ മഴയൊക്കെ ലഭിക്കാറുണ്ട്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹോട്ട് വെതർ സീസൺ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ക്ലൈമറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ കോൾഡ് വെതർ സീസൺ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോട്ട് വെതർ സീസൺ. നോക്കൂ, ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ മാർച്ച് മാസത്തോടു കൂടി ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. The summer season in the North Indian plain is experienced in the month of March, April, May and June. ഈ സമ്മർ സീസൺ അനുഭവപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ സമ്മർ സീസൺ അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസത്തിലാണ്? ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിൽ. സമ്മർ ഈസ് എക്സ്ട്രീംലി സിവിയർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ സമ്മർ വളരെ സിവിയർ ആണ്, അതികഠിനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ദ മന്ത് ഓഫ് മെയ് ദ ടെമ്പറേച്ചർ റൈസസ് അപ് ടു 48 degrees Celsius ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ ഈ ഹോട്ട് വെതർ സീസണിൽ ഉഷ്ണകാലത്ത് താപനില എത്ര വരെ റൈസ് ചെയ്യാറുണ്ടെന്ന്? 48 degrees Celsius, 48 degrees Celsius വരെ. ഏത് മാസത്തിൽ? ബൈ ദ മന്ത് ഓഫ് മെയ്. അപ്പം ബൈ ദ മന്ത് ഓഫ് മെയ് മാസത്തിൽ ദ ടെമ്പറേച്ചർ ഉയരുന്നു. എത്രത്തോളം? അപ് ടു 48 degrees Celsius, 48 degrees Celsius വരെ. എവിടെയാണ്? ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ. Hot, dry, oppressive winds blow from the desert region of Rajasthan to the Ganga plain in the months of May and June. അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും. ഹോട്ട് എന്ന് വെച്ചാൽ വരണ്ട ഉഷ്ണക്കാറ്റുകൾ, ഒപ്രസീവ് വിൻസ് ബ്ലോ ചെയ്യുന്നു ഫ്രം എവിടെ അങ്ങോട്ട്? ഡെസേർട്ട് റീജിയൻ ഓഫ് രാജസ്ഥാനിലെ ഡെസേർട്ട് റീജിയനിൽ നിന്ന് ടു ദ ഗംഗാ പ്ലെയിനിലോട്ട്, ഗംഗാ സമുദ്രങ്ങളിലേക്ക്. ഏത് മാസമാണ്? ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. അപ്പം മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ ഡെസേർട്ട്
റീജിയനിൽ നിന്നും ഗംഗാ പ്ലെയിനിലേക്ക് ഹോട്ട് ഡ്രൈ ആൻഡ് ഒപ്രസീവ് ശക്തിയേറിയ ഹോട്ട് ആൻഡ് ഡ്രൈ നല്ല ചൂടുള്ള വരണ്ട കാറ്റ് വീശാറുണ്ട്. മനസ്സിലായോ? ദിസ് വിൻഡ് കോൾഡ് ലൂ. ഈ വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൺസിഡറബിളി ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇത് ഈ ഒരു കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന കാറ്റുകൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഉയർത്തുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ദിസ് വിൻഡ് ഈസ് കോൾഡ് ലൂ. ഈ വിൻഡാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഇൻക്രീസസ് ഉയർത്തുന്നു ദ ടെമ്പറേച്ചർ കൺസിഡറബിളി ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ആ ടെമ്പറേച്ചർ കൺസിഡറബിളി ഗണ്യമായിട്ട് ഉയർത്തുന്നു, അല്ലാതെ നല്ല രീതിയിൽ ഉയർത്തുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത്, ഡസ്റ്റ് സ്റ്റോംസ് ആർ വെരി കോമൺ ഇൻ ദ ഈവനിങ്സ് ഇൻ പഞ്ചാബ്, ഹരിയാന, ഈസ്റ്റേൺ രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. അതായത് പഞ്ചാബ്, ഹരിയാന, ഈസ്റ്റേൺ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഈവനിങ് സമയത്ത് ഡസ്റ്റ് സ്റ്റോം അല്ലെ പൊടി നിറഞ്ഞ കാറ്റുകൾ വളരെ കോമൺ ആണ്. ആസ് ദീസ് സ്റ്റോംസ് bring light rain during summer, it provides some relief from the oppressive heat. ഇങ്ങനെയുള്ള കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാകുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള ഇറ്റ് പ്രൊവൈഡ് സം റിലീഫ്, ഇത് ഒരു ആശ്വാസം നൽകുന്നു ഫ്രം ദ ഒപ്രസീവ് ഹീറ്റ്. ഒപ്രസീവായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആ ഹീറ്റിൽ നിന്ന് കുറച്ച് റിലീഫ് ഇത് നൽകുന്നു. ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ മഴ. ഓക്കെ, ഇനി അടുത്തതായി ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷ്യൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്സസീവ് ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് സമ്മർ ഇൻ ദീസ് റീജിയൻ. വൈ ഈസ് ഇറ്റ് സോ? അതായത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വേനൽക്കാലത്ത് അതിഭീകരമായിട്ടുള്ള ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ട്. അതിന് സമുദ്രത്തിൽ നിന്നുള്ള അകലം ഒരു കാരണമാണ്. എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ എവേ ഫ്രം ദ ഓഷ്യൻ. ഓഷ്യനിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. ദെയർഫോർ, അതിനാൽ ഇറ്റ് ഡസ് നോട്ട് റിസീവ് ദ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഓഷ്യൻ. ഓഷ്യൻ എന്ന ആ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഇതിന് റിസീവ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഓഷ്യൻ അടുത്തുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഹോട്ടും അതുപോലെ കോൾഡും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഈ ഓഷ്യൻ ഒരു മോഡറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഓഷ്യൻ്റെ ആ ഒരു സാമീപ്യം അനുഭവിക്കാൻ ആർക്ക് കഴിയുന്നില്ല? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന് കഴിയുന്നില്ല. കാരണം അത് വളരെ ദൂരെ ആയതുകൊണ്ട്. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ദ റീജിയൻ എക്സ്പീരിയൻസസ് വെരി ഹോട്ട് ഇൻ സമ്മേഴ്സ് ആൻഡ് വെരി കോൾഡ് വിൻറ്റേഴ്സ്. അതുകൊണ്ട് ഈ റീജിയൻ വളരെ ഹോട്ടായിട്ടുള്ള സമ്മറും വെരി കോൾഡ് റീജിയൻ വളരെ കോൾഡായിട്ടുള്ള വിൻ്ററും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ്. ഈ ഫിനോമിനനെയാണ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് ഈ കോണ്ടിനെൻറ്റിൽ, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഈ സമുദ്രത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്ന അവർക്ക് കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണെ കുറിച്ച്. സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസൺ നോക്കല്ലോ. ആസ് എ റിസൾട്ട് ഓഫ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച് എ ലോ പ്രഷർ ഏരിയ ഈസ് ഡെവലപ്ഡ് ഓവർ ദിസ് റീജിയൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആസ് എ റിസൾട്ട് ഓഫ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓവർ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇതാണെന്ന് വെച്ചോ. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ്? ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. എപ്പോഴാണ്? ബൈ ദ മന്ത് ഓഫ് മാർച്ച് അല്ലേ? മാർച്ച് മാസത്തിൽ. കാരണം ആ മാസത്തിൽ ടെമ്പറേച്ചർ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോൾ എന്താണ്? ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച്. മാർച്ച് മാസത്തിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ടെമ്പറേച്ചർ റാപ്പിഡായിട്ട് വളരെ വേഗത്തിൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എ ലോ പ്രഷർ ഏരിയ ഈസ് ഡെവലപ്ഡ് ഓവർ ദിസ് റീജിയൻ. ഈ റീജിയൻ, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. ദിസ് ലോ പ്രഷർ ഏരിയ അട്രാക്ട്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഈ ലോ പ്രഷർ ഏരിയ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് എൻ്റർ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ആസ് 2 ബ്രാഞ്ച്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് 2 ബ്രാഞ്ചസ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൈ ഒബ്സർവിംഗ് ദ ഗിവൺ മാപ്പ് ഫിഗർ 2.17 ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ 2 ബ്രാഞ്ചസ് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിൻ്റെ 2 ബ്രാഞ്ചസ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിൻ്റെ അറേബ്യൻ ബ്രാഞ്ച്. അടുത്ത രണ്ടാമത്തെ ബ്രാഞ്ചാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. എന്താണ്? ഇത് അറേബ്യൻ ബ്രാഞ്ച്, ഇത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അപ്പോൾ നമ്മളിവിടെ എഴുതി കൊടുക്കണം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഓക്കെ,
അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ വരുന്നു. അതിൽ ഒരെണ്ണം അറേബ്യൻ ബ്രാഞ്ചായിട്ട് പോകുന്നു, ഒരെണ്ണം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് പോകുന്നു. അങ്ങനെ 2 ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ മാപ്പാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ ഡയറക്ഷൻ മൊത്തം കൊടുത്തിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇതിൻ്റെ ഇത് പോകുന്നതെന്നൊക്കെ ഉള്ളത്. The Bay of Bengal branch entering the land through Sundarbans Delta region gets bifurcated into 2 sub-branches. ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് കരയിലേക്ക് എത്തുന്നത്, ഇതൊക്കെ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എത്തുന്നത് ഏത് വഴിയാ? സുന്ദർബൻ ഡെൽറ്റ വഴിയാണ്. സുന്ദർബൻസ് ഡെൽറ്റ റീജിയൻ വഴിയാണ്. എന്നിട്ട് അവിടെ വച്ച് ഇത് ബൈഫർക്കേറ്റഡ് ഇൻറ്റു 2 sub-branches, 2 sub-branches ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. അതായത് 2 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. കണ്ടോ, ഒരെണ്ണം ഇങ്ങോട്ടും പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ടും പോകുന്നു. One branch moves eastward and enters the Brahmaputra plain causing widespread rains. ഒരു ബ്രാഞ്ച് എങ്ങോട്ട് പോകുന്നു? ബ്രഹ്മപുത്ര പ്ലെയിനിലോട്ട്. കണ്ടോ ബ്രഹ്മപുത്ര പ്ലെയിനിലോട്ട് പോകുന്നു. അവിടെ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു. The other branch moving westward along the Ganga plain causes rainfall in the West Bengal, Bihar, Uttar Pradesh, Delhi. വെസ്റ്റ് സൈഡിൽ, വെസ്റ്റേൺ ഡയറക്ഷനിൽ പ്രവേശിക്കുന്ന ഈ ഒരു ശാഖ, ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? ഗംഗാ പ്ലെയിനിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒക്കെ മഴ നൽകുന്നു. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് പ്രൊസീഡ് ഫർദർ, പിന്നീട് വീണ്ടും ആ വെസ്റ്റ് സൈഡിലോട്ട് തന്നെ പോകുന്നു. പ്രൊസീഡ് ഫർദർ വെസ്റ്റ്വാർഡ്, വീണ്ടും വെസ്റ്റ്വാർഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെ പോകുന്നു. എന്നിട്ട് ഓവർ ദ പഞ്ചാബ് പ്ലെയിനിൻ്റെ മുകളിലെത്തിയിട്ട് ദിസ് ബ്രാഞ്ച് ജോയിൻസ് ദ അറേബ്യൻ ബ്രാഞ്ച്, ഇത് അറേബ്യൻ ബ്രാഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതായത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അറേബ്യൻ ബ്രാഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുന്നു. വിച്ച് ഈസ് മൂവിങ് പാരലൽ ടു ദ ആരവല്ലി മൗണ്ടെയ്ൻസ്, എന്നിട്ട് ആരവല്ലി മൗണ്ടെയ്ൻസിന് പാരലായിട്ട് ഇത് മൂവ് ചെയ്യുന്നു. ആൻഡ് then brings rain to the foot hills of the western ഹിമാലയസിൻ്റെ ഫുഡ് ഹിൽസിൽ, അതായത് അടിവാരത്ത് എന്ത് ചെയ്യുന്നു? മഴ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഈ ഒരു മാപ്പ് നോക്കിയോളൂ. ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൺസൂൺ വിൻഡ് വരുന്നു. അത് ഒരു സൈഡ് ഇങ്ങോട്ട് പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഇത് അറേബ്യൻ ബ്രാഞ്ച്, ഇത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇവിടുത്തെ സുന്ദർബൻ ഡെൽറ്റ, എന്താണ് സുന്ദർബൻ ഡെൽറ്റ വഴി ഈ കരപ്രദേശം ലാൻഡിലോട്ട് പ്രവേശിക്കുന്നു. എന്നിട്ട് അത് 2 ശാഖകളായിട്ട് തിരിയുന്നു. ഒരു ബ്രാഞ്ച് ബ്രഹ്മപുത്ര പ്ലെയിനിലോട്ട്, മറ്റേ ബ്രാഞ്ച് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഗംഗാ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്തൂടെ പോകുന്നു. ഇങ്ങനെ പോയി ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എവിടെയൊക്കെ മഴ ഉണ്ടാക്കിയിട്ട് വീണ്ടും അത് പ്രൊസീഡ് ഫർദർ വെസ്റ്റ് വാർഡ് ഡയറക്ഷനിലോട്ട് വീണ്ടും പോയിട്ട് അറേബ്യൻ ബ്രാഞ്ചുമായിട്ട് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. ആരാവലി മൗണ്ടെയിൻ റീജിയന് പാരലായിട്ട് നീങ്ങുന്നു. എന്നിട്ട് അറേബ്യൻ ബ്രാഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതെവിടെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും അറേബ്യൻ ബ്രാഞ്ചും രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും അറേബ്യൻ ബ്രാഞ്ചും കൂടെ ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ജോയിൻ ചെയ്യുന്നത് പഞ്ചാബ് പ്ലെയിനിൽ വെച്ചിട്ട്. എവിടെയാണ്? പഞ്ചാബ് പ്ലെയിനിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് എവിടെ? വെസ്റ്റേൺ ഹിമാലയം, ഫോർട്ട് ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഹിമാലയാസ്, അതായത് വെസ്റ്റേൺ ഹിമാലയത്തിൻ്റെ അടിഭാഗത്ത് എന്തുണ്ടാക്കുന്നു? മഴ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്തതായി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ റെയിൻഫോൾ റിസീവ്ഡ് ഇൻ ദ രാജസ്ഥാൻ ഫ്രം ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇസ് വെരി സ്കാൻറ്റി. വൈ? അതായത് രാജസ്ഥാനിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ മഴ വളരെ അധികം സ്കാൻഡിയാണ്, വളരെ പരിമിതമാണ്. എന്താണ് റീസൺ? എന്താണ്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് റൺസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിന് പാരലായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് എങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ പാരലായിട്ട് കടന്നു പോകുന്നു. എന്നിട്ട് ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് രാജസ്ഥാൻ റിസീവ്സ് വെരി ലിറ്റിൽ റെയിൻഫോൾ. അതിൻ്റെ ഫലമായിട്ട് രാജസ്ഥാനിൽ വളരെ കുറച്ച് റെയിൻഫോളേ ലഭിക്കുന്നുള്ളൂ. അതായത് ഇതാണ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്, അതിൻ്റെ വെസ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് രാജസ്ഥാൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ഇതാണെങ്കിൽ അതിന് പാരലായിട്ട് ഇങ്ങനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ പോകുന്നു. അപ്പോൾ എന്താണ്? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിൻ്റെ അങ്ങോട്ട് ഈ പറയുന്ന മൺസൂൺ കാറ്റുകൾ എത്തുന്നില്ല, അപ്പോൾ അവിടെ മഴ ലഭിക്കുന്നില്ല.
അപ്പോൾ റെയിൻഫോൾ റിസീവ്ഡ് ഇൻ ദ രാജസ്ഥാൻ ഫ്രം ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വെരി സ്കാൻഡി. ആ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് രാജസ്ഥാനിൽ ലഭിക്കുന്ന മഴ വളരെ സ്കാൻഡിയാണ്, വളരെ പരിമിതമാണ്. എന്താണ് റീസൺ? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് റൺ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന് പാരലായിട്ട്, അതിൻ്റെ ഡയറക്ഷന് പാരലായിട്ട് സമാന്തരമായിട്ടാണ് ആരവല്ലി മൗണ്ടൻ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് രാജസ്ഥാൻ റിസീവ്സ് വെരി ലിറ്റിൽ റെയിൻഫോൾ. രാജസ്ഥാനിൽ വളരെ കുറച്ച് റെയിൻഫോളേ ലഭിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതാണ് ആരവല്ലി മൗണ്ടൻ റേഞ്ച് എങ്കിൽ അതിൻ്റെ വെസ്റ്റ് സൈഡിൽ, അതിൻ്റെ വെസ്റ്റ് സൈഡിലാണ് രാജസ്ഥാൻ പ്ലെയിൻ അല്ലെങ്കിൽ രാജസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന മൺസൂൺ വിൻഡ് അതിന് പാരലായിട്ട് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഇവിടെ കുറച്ച് മഴയെ ലഭിക്കത്തുള്ളൂ കേട്ടോ. അധികം മൺസൂൺ വിൻഡ് രാജസ്ഥാൻ പ്ലെയിനിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിൽ എത്തുന്നില്ല. അടുത്തത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എക്സ്പീരിയൻസ്ഡ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏത് മുതൽ ഏത് വരെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ. ഇറ്റ്സ് ദ മെയിൻ റെയിനി സീസൺ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ മെയിൻ റെയിനി സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. അത് ഏതൊക്കെ മാസങ്ങളിലാണ്, ഏതൊക്കെ മന്ത്സിലാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണെ കുറിച്ച്. ഓക്കെ, നോക്കിയോളൂ. ദ ലോ പ്രഷർ ഏരിയ ദാറ്റ് പ്രിവൈൽസ് ഓവർ the North Indian plain starts moving southward in response to the apparent movement of the sun towards the southern hemisphere. അതായത് ദ ലോ പ്രഷർ ഏരിയ ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്ത് നിലനിന്നിരുന്ന ലോ പ്രഷർ ഏരിയ, ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. ആ ലോ പ്രഷർ ഏരിയ സ്റ്റാർട്ട്സ് മൂവിങ് സൗത്ത് വാർഡ്. അത് സൗത്ത് പോർഷനിലോട്ട് അല്ലെങ്കിൽ തെക്കു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സൗത്ത് സൈഡിലോട്ട് അത് മൂവ് ചെയ്യുന്നത്? ഇൻ റെസ്പോൺസ് ടു ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ടുവാർഡ്സ് ദ സദേൺ ഹെമിസ്ഫിയർ. സൂര്യൻ്റെ സദേൺ ഹെമിസ്ഫിയറിലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അപ്പാരൻറ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ അയനം മൂലം അല്ലേ. സൂര്യൻ്റെ സദേൺ ഹെമിസ്ഫിയറിലോട്ടുള്ള ആ ഒരു അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് മൂലം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ മുകൾ ഭാഗത്ത് നിലനിന്നിരുന്ന ലോ പ്രഷർ ഏരിയ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? സൗത്ത് സൈഡിലേക്ക്, സൗത്ത് പോർഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ദിസ് സീസൺ ഈസ് നെയിംഡ് ദ റീട്രീറ്റിംഗ് മൺസൂൺ സീസൺ. ഈ സീസൺ, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ്? റീട്രീറ്റിംഗ് മൺസൂൺ സീസൺ, അതായത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം കേട്ടോ. റീട്രീറ്റിംഗ് മൺസൂൺ സീസൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ സമയത്ത് എ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുണ്ടായിരുന്ന ലോ പ്രഷർ ഏരിയ സൗത്ത് സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ഒരു ഹൈ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഫ്രം ഹിയർ ടു ദ ഇന്ത്യൻ ഓഷ്യൻ. അതായത് ഇതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണെന്ന് വെച്ചോ. ഇതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ഒരു ഹൈ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇന്ത്യൻ ഓഷ്യനാണ് കേട്ടോ, ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ, അതായത് ഇവിടെ നിന്ന് വിൻഡ് ഇന്ത്യൻ ഓഷ്യനിലോട്ട് ഇങ്ങനെ വീശുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ സമയത്ത് എ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്സ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹൈ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻ്റ്ലി, അതിൻ്റെ ഫലമായിട്ട് ദ വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഫ്രം ഹിയർ ടു ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലോട്ട് വിൻഡ് എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട്സ് ബ്ലോയിങ്, വീശാൻ തുടങ്ങുന്നു. As these moisture-less winds blow from the northeast, this season is called the northeast monsoon season. അതായത് ഇവിടെ നിന്ന് വീശുന്ന കാറ്റാകുമ്പോൾ, ഇവിടെ നോക്കി കരപ്രദേശമല്ലേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് വീശുന്ന കാറ്റാകുമ്പോൾ അതെന്ത് കാറ്റാണ്? മോയ്സ്ചർ-ലെസ് വിൻഡാണ് അല്ലേ. ഒരല്പം പോലും ഈർപ്പത്തിൻ്റെ അംശമില്ലാത്ത ഒരു കാറ്റാണ് അവിടെ വീശുന്നത്. അപ്പോൾ ഈ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ, നോർത്തിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് ആ കാറ്റ് വീശുന്നത്, ഈസ്റ്റ് ഡയറക്ഷനിലോട്ട്. അതുകൊണ്ടാണ് ഇതെന്താ അറിയപ്പെട്ട ഈ സീസൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നറിയപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് വീശുന്ന കാറ്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് വീശുന്നത്. അതുകൊണ്ടാണ് അത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇനി ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ജനറലി എക്സ്പീരിയൻസ് എ ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിങ് ദിസ് സീസൺ. ഈ സീസണിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വളരെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റാണ് അനുഭവപ്പെടുന്നത്. ഓയിങ് ടു ദ കണ്ടീഷൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ദ വെദർ ബിക്കംസ് റാദർ ഒപ്രസീവ്. അതായത് ഓയിങ് ടു ദ കണ്ടീഷൻസ്, അവിടെ
അനുഭവപ്പെടുന്ന കണ്ടീഷൻ എങ്ങനെയാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഈ സമയത്ത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്ങനെയുള്ളതാണ് ആ വരണ്ട കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിൻ്റെ സമയത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അനുഭവപ്പെടുന്ന ആ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഹൈ ആണ്. ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ, ഹൈ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി, ദ വെദർ ബിക്കംസ് റാദർ ഒപ്രസീവ്. വെദർ ഭയങ്കര ഒപ്രസീവ്, വളരെ കാഠിന്യമുള്ളതാവുന്നു. എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെദർ കണ്ടീഷൻ ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് കോമൺലി നോൺ ആസ് ഒക്ടോബർ ഹീറ്റ്. ഇതാണ് എന്തെന്നറിയപ്പെട്ടത്? ഒക്ടോബർ ഹീറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ സൗത്ത് ഈസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വേർഡ് പഠിച്ചു, ലൂ എന്ന് പറയുന്ന ഒരു കാറ്റ് വീശു എന്ന് പറഞ്ഞു. ഇത് എന്താണ്? ഒക്ടോബർ ഹീറ്റ്. അപ്പോൾ ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലൂ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കാം കേട്ടോ. ഇനി എന്താ പറ്റുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊവൈഡിംഗ് മാപ്പ് ഐഡൻറ്റിഫൈ ദ മൂവ്മെൻറ്റ് ഓഫ് വിൻഡ്സ് ദാറ്റ് ബ്ലോ ഇൻ ദ മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ. ഒക്ടോബർ നവംബർ മാസത്തിൽ ഇവിടെ വീശുന്നത്, അതായത് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിൻ്റെ സമയത്ത് കണ്ടോ, ഈ ഓറഞ്ച് കളറിലുള്ളതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് താഴോട്ട് ഇത് നോർത്ത് ഡയറക്ഷൻ, ഇത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നോർത്തിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ കാറ്റ് എങ്ങോട്ട് വീശുന്നു? ഇന്ത്യൻ ഓഷ്യനിലോട്ട്. കണ്ടോ, അതായത് ഇന്ത്യൻ ഓഷ്യൻ്റെ രണ്ട് പാർട്ടാണ്, അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും. അപ്പോൾ അവിടെ നിന്ന്, അതായത് നോർത്ത് ഡയറക്ഷനിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലോട്ട് കാറ്റ് വീശുന്നു. മനസ്സിലായോ? ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നാച്ചുറൽ വെജിറ്റേഷൻസ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് മൊത്തം കംപ്ലീറ്റ് ആയി. ക്ലൈമറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, ദെൻ അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, പിന്നെ ഹോട്ട് വെതർ സീസൺ, പിന്നെ കോൾഡ് വെതർ സീസൺ. ഇങ്ങനെ 4 സീസൺസ് ആണ്, 4 തരത്തിലുള്ള ക്ലൈമറ്റാണ് നോർത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇത് ഓരോന്നും നമുക്ക് ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ക്ലൈമറ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നാച്ചുറൽ വെജിറ്റേഷൻ നോക്കാം. ഓക്കെ, ഇന്നുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. The natural vegetation of the North Indian Plain. North Indian Plainലെ natural vegetation, നൈസർഗിക സസ്യജാലങ്ങൾ. The natural vegetation found in the North Indian Plain also shows diversity. അതായത് ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ നാച്ചുറൽ വെജിറ്റേഷന് വളരെയധികം ഡൈവേഴ്സിറ്റി, വൈവിധ്യമുണ്ട്. Topography, climate and the nature of the soil are some of the major factors that cause this diversity in natural vegetation. അതായത് ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, ക്ലൈമറ്റ് അതായത് കാലാവസ്ഥ, ആൻഡ് ദ നേച്ചർ ഓഫ് ദി സോയിൽ മണ്ണിൻ്റെ സ്വഭാവം എന്നീ ഫാക്ടേഴ്സാണ് ഈ ഒരു ഡൈവേഴ്സിറ്റി, നാച്ചുറൽ വെജിറ്റേഷനിലുണ്ടാകുന്ന ഈ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണം. ദ ടേം നാച്ചുറൽ വെജിറ്റേഷൻ റെഫേഴ്സ്, അതായത് നാച്ചുറൽ വെജിറ്റേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ നൈസർഗിക സസ്യജാലങ്ങൾ. എന്താണ്? എ പ്ലാന്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് undisturbed for a long period, enabling its individual species to fully adapt to the respective climate and soil condition. അതായത് ഒരു മനുഷ്യൻ്റെ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ ദീർഘകാലം, ഒരു ലോങ് പീരീഡിൽ ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളായി വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതാനുള്ളത്? എ പ്ലാന്റ് കമ്മ്യൂണിറ്റി, ഒരു സസ്യജാലം, ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ എ ലോങ് പീരിയഡ്. ഒരു തരത്തിലുള്ള എന്താണ് ശല്യവോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ അതൊരു ദീർഘകാലം, ഒരു ലോങ് പീരീഡിൽ ഒരു സ്ഥലത്ത് നിലനിൽക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഒരു ശല്യവും ഇല്ലാതെ ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിലനിൽക്കുകയാണെങ്കിൽ, ഫോർ എ ലോങ് പീരീഡ് ഒരു ലോങ് പീരീഡിൽ നിലനിൽക്കുകയാണെങ്കിൽ, enabling its individual species to fully adapt to the respective climate and soil condition. ഒരു കമ്മ്യൂണിറ്റി, പ്ലാന്റ് കമ്മ്യൂണിറ്റിയിലെ ഓരോ സ്പീഷീസും ഫുള്ളി അഡാപ്റ്റീവായിരിക്കും. ഏതിന് അഡാപ്റ്റീവായിരിക്കും? റെസ്പെക്റ്റീവ് ക്ലൈമറ്റ് ആൻഡ് സോയിൽ കണ്ടീഷൻ. പ്രത്യേക പ്രദേശത്തുള്ള കണ്ടീഷൻസിനും സോയിൽ കണ്ടീഷൻസിനും അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിനൊക്കെ ഫുള്ളി അഡാപ്റ്റീവായിരിക്കും. അവിടെ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ദ പ്രൊമിനന്റ് നാച്ചുറൽ വെജിറ്റേഷൻ ജനറലി ഫൗണ്ട് ഇൻ ദീസ് പ്ലെയിൻസ് ആർ ഗിവൺ ബിലോ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻ അവിടെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ വേർഡ് കണ്ട, അത് ഉഷ്ണമേഖല. ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ഡെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇലപൊഴിയുന്ന. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അടുത്ത ദ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. അപ്പം
ട്രോപ്പിക്കൽ എന്താണ് ഉഷ്ണമേഖല. തോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മുള്ള്, അപ്പോൾ തോൺ ഫോറസ്റ്റ് മുൾക്കാടുകൾ. ഇനി സ്വാംബി ഫോറസ്റ്റ് ചതുപ്പ് നിലത്തിലുള്ള വനങ്ങൾ, ചതുപ്പ് നിലവനങ്ങൾ. അപ്പോൾ ഇങ്ങനെ 3ആയിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കിയോളൂ, ആദ്യം നമുക്ക് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ദ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2. ഈ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ, ഒന്നാമത്തത് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഒന്നാമത്തെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, വരണ്ട ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ഇലപൊഴിയും കാടുകൾ. രണ്ടാമത്തത് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നാണ്. ഇനി ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദോസ് റീജിയൻസ് വെയർ ദ ആനുവൽ റെയിൻഫോൾ റേഞ്ചസ് ബിറ്റ്വീൻ 70 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്, വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ദീസ് ഫോറസ്റ്റ്, ഈ ഫോറസ്റ്റിൽ ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 6 to 8 weeks ഇൻ ദ ഡ്രൈ സീസൺ വെൻ സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഈസ് നോട്ട് അവൈലബിൾ. അതായത് ഈ പറയുന്ന അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, ആ വൃക്ഷങ്ങൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷനിൽ ഏകദേശം 6 മുതൽ 8-ാം ആഴ്ച വരെ മൊത്തം അതിൻ്റെ ഇലകൾ മൊത്തം പൊഴിക്കുന്നു, ഇല പൊഴിച്ച് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇൻ ദീസ് ഫോറസ്റ്റ്, ഈ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ട്രീസ്, സസ്യങ്ങൾ ഷെഡ് ദെയർ ലീവ്സ്, അവയുടെ ഇലകൾ ഷെഡ് ചെയ്യുന്നു, പൊഴിക്കുന്നു. ഫോർ അപ്രോക്സിമേറ്റ്ലി 6 to 8 weeks ഇൻ ദ ഡ്രൈ സീസൺ. ഡ്രൈ സീസണിൽ 6 മുതൽ 8 ആഴ്ച വരെ അതിൻ്റെ ഇലകൾ മൊത്തം പൊഴിക്കുന്നു. എപ്പോഴാണ്? വെൻ സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഈസ് നോട്ട് അവൈലബിൾ. സഫിഷ്യൻ്റ് ആയിട്ടുള്ള മോയ്സ്ചർ അവൈലബിൾ അല്ലാതിരിക്കുന്ന സമയത്ത്, അതായത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് ലഭിക്കാതിരിക്കുന്ന സമയത്ത്. ഇനി ദ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലെയിൻസ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് ഈ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് ദ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ കുറിച്ച്. ആർ ഫൗണ്ട് ഇൻ ഏരിയാസ് വിത്ത് മോഡറേറ്റ് റെയിൻഫോൾ റേഞ്ചിങ് ഫ്രം 100 to 200 സെൻറ്റിമീറ്റർ പെർ ആനം. ഒരു വർഷം 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ. ദേ ആർ മെയിൻലി സീൻ അലോങ് ദ സ്ട്രിപ്പ് ഓഫ് ശിവാലിക് റേഞ്ച് ഇൻക്ലൂഡിംഗ് ടെറായ് ആൻഡ് ബാബർ ആൻഡ് ഇൻ സർട്ടൻ പാർട്സ് ഓഫ് ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അതായത് ഈ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന്, എവിടെയൊക്കെയാണ്? സ്ട്രിപ്പ് ഓഫ് ശിവാലിക് റേഞ്ച് ഇൻക്ലൂഡിംഗ് ടെറായ് ആൻഡ് ബാബർ റീജിയൻ. അതായത് ടെറായ് റീജിയൻ, ബാബർ റീജിയനൊക്കെ ഉൾപ്പെടുന്ന സിവാലിക് റേഞ്ചിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഇൻ സർട്ടൻ പാർട്സ് ഓഫ് ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. പിന്നെ ഒഡീഷ അതുപോലെ വെസ്റ്റ് ബംഗാൾ എന്നീ പ്രദേശങ്ങളിലുമാണ് ഈ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായോ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന്? ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നീ പ്രദേശങ്ങളിൽ, പിന്നെ ടെറായ്, ബാബർ എന്നിവ ഉൾപ്പെടുന്ന ശിവാലിക് റേഞ്ചസിൻ്റെ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇനി നോക്കുള്ളൂ, തേക്ക്, സാൽ, ഷിഷ, മഹുവ, അംല ആൻഡ് സാൻഡൽവുഡ് ആർ ദ മെയിൻ സ്പീഷീസ് ഓഫ് ദ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യവർഗ്ഗങ്ങളാണ് തേക്ക്, സാൽ, ഷിഷ, മഹുവ, പിന്നെ അമല എന്ന് വെച്ചാൽ നെല്ലിമരം ഉണ്ടല്ലോ, അത്, പിന്നെ സാൻഡൽ, അത് നമ്മുടെ ചന്ദനം. ഇതൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട സസ്യങ്ങൾ. ഇനി അടുത്തത്, ഇൻ ദ ഹയർ റെയിൻഫോൾ റീജിയൻസ് of the North Indian plain, these forests exhibit a parkland landscape characterized by open stretches of teak and other tree interspersed with patches of grass. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ തന്നെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ് കാണപ്പെടുന്നത്? തേക്കും പിന്നെ മറ്റുള്ള സസ്യങ്ങളും ഒക്കെ. പിന്നെ അവയ്ക്കിടയിൽ ഗ്രാസ് ലാൻഡ്സും കാണപ്പെടുന്നു, പുൽമേടുകളും കാണപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നോക്കുമ്പോൾ ഒരു പാർക്ക് ലാൻഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? പാർക്ക് ലാൻഡ് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നമുക്ക് അവിടെ കാണപ്പെടുന്നത്. കണ്ടോ, ഒരു പാർക്ക് ലാൻഡ് ലാൻഡ്സ്കേപ്പാണ് നമുക്ക് അവിടെ ദൃശ്യമാകുന്നത്. അപ്പോൾ ഒരു പാർക്ക് ലാൻഡ് ലാൻഡ്സ്കേപ്പ് അവിടെ ദൃശ്യമാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഹയർ റെയിൻഫോൾ റീജിയൻ, അതായത് നല്ല രീതിയിൽ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, ഇവിടെ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ദീസ് ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള ഈ വനങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്നു, കാണിക്കുന്നു. എന്താണ്? എ പാർക്ക് ലാൻഡ് ലാൻഡ്സ്കേപ്പ്. ഒരു പാർക്കിൽ നമ്മൾ പോയാൽ എങ്ങനെയായിരിക്കും? അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും കാണിക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്പൺ സ്ട്രെച്ചസ് ഓഫ് തേക്ക് ആൻഡ് അതർ ട്രീസ് ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് ദ
അതർ പാച്ചസ് ഓഫ് ഗ്രാസ്. ഓപ്പൺസ്, അതായത് തേക്കും മറ്റ് വൃക്ഷങ്ങളും കാണപ്പെടുന്നുണ്ട്. തുറസായ സ്ഥലത്ത് തേക്കും, ഓപ്പൺ സ്ട്രെച്ചസ് എന്ന് വെച്ചാൽ തുറസായ സ്ഥലത്ത് ഇങ്ങനെ തേക്കും മറ്റ് വൃക്ഷങ്ങളും കാണപ്പെടുന്നുണ്ട്. അവയ്ക്കിടയിൽ ഗ്രാസ് ലാൻഡ്സും അല്ലെ പുൽമേടുകളും കാണപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി in the dry season when the trees shed their leaves entirely, these forests are transformed into a vast grassland with the bare trees. ഈ ഡ്രൈ സീസൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? when the trees shed their leaves, കണ്ട അതിൻ്റെ ഒരു ഫിഗറാണ്. ഡ്രൈ സീസൺ ആകുമ്പോൾ ഈ ട്രീസ് എല്ലാം അവരുടെ ലീവ്സ് ഒക്കെ അങ്ങ് ഷെഡ് ചെയ്യുന്നു അല്ലേ, ഇലകളൊക്കെ പൊഴിക്കുന്നു. പിന്നെ എന്നിട്ട് എൻറ്റയർലി ദീസ് ഫോറസ്റ്റ് ആർ ട്രാൻസ്ഫോർഡ് ഇൻ എ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് വിത്ത് ബെയർ ട്രീസ്. മരങ്ങൾ മാത്രം, അതായത് ഇലകൾ ഒന്നും ഇല്ലാത്ത ബെയർ ട്രീസ്, നഗ്നമായ മരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ബെയർ എന്ന് വെച്ചാൽ ഇലകളില്ലാത്ത മരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇലകളൊന്നും ഇല്ലാത്ത വനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഗ്രാസ് ലാൻഡ്, ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡായിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്ത്? ഡ്രൈ സീസണിൽ. ഇനി the natural vegetation in the western part of the North Indian plain is sparse due to low rainfall and intensive cattle rearing. ഈ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ നാച്ചുറൽ വെജിറ്റേഷൻ വളരെ സ്പാർസ്, വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ലോ റെയിൻഫോൾ ആൻഡ് ഇൻറ്റൻസീവ് കാറ്റൽ റിയറിങ്. അവിടെ മഴ വളരെ കുറവാണ്, മാത്രമല്ല ഇൻറ്റൻസീവായിട്ടുള്ള കാറ്റൽ റിയറിങ്, കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവുണ്ട്. കന്നുകാലി കാറ്റൽ റിയറിങ് എന്ന് വെച്ചാൽ കന്നുകാലി മേയ്ക്കൽ, അതിൻ്റെ ഇൻറ്റൻസീവ്, അതായത് അതിൻ്റെ തീവ്രതയും കാരണം എന്ത് ചെയ്യുന്നു? നാച്ചുറൽ വെജിറ്റേഷൻ കുറവാണ്. എവിടെ? ഏത് റീജിയനിൽ? വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് സ്പാർസ്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ആൻസർ? ഡ്യൂ ടു ദ ലോ റെയിൻഫോൾ ആൻഡ് ഇൻറ്റൻസീവ് കാറ്റൽ റിയറിങ്. അടുത്തത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആർ പ്രിവാലന്റ് ഇൻ ദ സെമി അരിഡ് ഏരിയാസ് ഓഫ് സൗത്ത് വെസ്റ്റ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. സെമി അരിഡ് ഏരിയാസ് ഓഫ് സൗത്ത് വെസ്റ്റ് പഞ്ചാബിൻ്റെ സെമി അരിഡ് ഏരിയ, അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പിന്നെ ഹരിയാനയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ എന്താണ്? ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആർ പ്രിവാലന്റ്. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല മുൾക്കാടുകളാണ് കാണപ്പെടുന്നത്. These forests consist of various grasses and shrubs with important species such as babul, ber, wild date palm, khair, neem, കെജ്രി ആൻഡ് പാലസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പാലാസ്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ദീസ് ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള ഫോറസ്റ്റിൽ കൺസിസ്റ്റിംഗ് ഓഫ് എന്തൊക്കെയാണ്? വേരിയസ് ഗ്രാസസ്, വിവിധ തരത്തിലുള്ള പുല്ല് വർഗ്ഗങ്ങൾ, ആൻഡ് ഷ്രബ്സ്, കുറ്റിച്ചെടികൾ. അതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ്? ബാബൂൾ എന്ന് പറഞ്ഞ ട്രീ, ബേർ, വൈൽഡ് ഡേറ്റ് പാം, പിന്നെ ഖെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഖെയർ എന്ന് തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് മലയാളത്തിൽ. നീം, വേപ്പ്, പിന്നെ കെജ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും കെജ്രി എന്ന് തന്നെയാണ്. പിന്നെ പലാസ്, അതിനും പലാസ് എന്നൊക്കെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഏതൊക്കെയാണ്? ബാബൂൾ എന്ന് തന്നെയാണ്. പിന്നെ ബേർ ആപ്പിൾ എന്നൊക്കെ കേട്ടില്ല, അതായിരിക്കാം. വൈൽഡ് ഡേറ്റ് പാം എന്ന് പറയുന്നത് വനത്തിലെ ഈന്തപ്പനകൾ. പിന്നെ ഖെയർ, പിന്നെ നീം ആര്യവേപ്പ്, കെജ്രി, പിന്നെ പലാസ്, ഇതൊക്കെയാണ്. ഇൻ സർട്ടൺ റീജിയൻസ് ടെസോക്കി ഗ്രാസ് ഗ്രോസ് ആസ് അണ്ടർഗ്രോത്ത് റീച്ചിങ് അപ് ടു എ ഹൈറ്റ് 2 മീറ്റർ. ചില പ്രദേശങ്ങളിൽ ടെസോക്കി എന്ന് പറയുന്ന ഒരു ഗ്രാസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട എന്താണ് ആ ഗ്രാസ് കാണപ്പെടുന്നുണ്ട്. അതിന് 2 മീറ്റർ ഉയരത്തിൽ വരെയാണ് ഇത് വളരുന്നത്. ഇതാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. അടുത്തതാണ് ലാസ്റ്റ് വൺ, ദ സ്വാമ്പ് ഫോറസ്റ്റ്. നമുക്ക് ലാസ്റ്റ് നമ്മൾ പഠിച്ച കാറ്റഗറീസിൽ അതാണ് സ്വാമ്പ് ഫോറസ്റ്റ്, ചതുപ്പ് നിലങ്ങൾ. ആർ ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ ദ വാസ്റ്റ് സലൈൻ എക്സ്പാൻസസ് ഓഫ് രാജസ്ഥാൻ, ഫ്രഷ് വാട്ടർ ലേക്സ്, ദ ഫ്രഷ് വാട്ടർ മാർഷസ് ഓഫ് ദി ഗംഗ പ്ലെയിൻ, ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ബ്രഹ്മപുത്ര ആൻഡ് ഇൻ ദ ഡെൽറ്റായിക് റീജിയൻ ഓഫ് സുന്ദർബൻസ്. അപ്പം സ്വാമ്പ് ഫോറസ്റ്റ് എവിടേക്കാണ് കാണപ്പെടുന്നത്? ഒന്നാമത്തത് വാസ്റ്റ് സലൈൻ എക്സ്പാൻസസ്. വാസ്റ്റ് ആയിട്ടുള്ള സലൈൻ എക്സ്പാൻസസ് ഓഫ് രാജസ്ഥാനിലെ വാസ്റ്റ് എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള സലൈൻ എക്സ്പാൻസസ്, ഉപ്പുപാടങ്ങൾ അല്ലേ. അപ്പം രാജസ്ഥാനിലെ വാസ്റ്റ് ആയിട്ടുള്ള സലൈൻ എക്സ്പാൻസസിൽ, അതായത് വിശാലമായ ഉപ്പുപാടത്തിൽ, പിന്നെ
ഫ്രഷ് വാട്ടർ ലേക്സ്, ശുദ്ധജല തടാകങ്ങളിൽ ദ ഫ്രഷ് വാട്ടർ മാർഷസ് ഓഫ് ദി ഗംഗാ പ്ലെയിൻ, ഗംഗാ പ്ലെയിനിലെ, ഗംഗാ സമതലത്തിലെ ഫ്രഷ് വാട്ടർ മാർഷസ്, ശുദ്ധജല ചതുപ്പ് പ്രദേശങ്ങളിൽ. ഇനി ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ദി ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്രയുടെ പ്രളയ സമതലങ്ങളിൽ. പിന്നെ ഇൻ ദ ഡെൽറ്റായിക് റീജിയൻസ് ഓഫ് സുന്ദർബൻസ്, സുന്ദർബൻസിലെ ഡെൽറ്റായിക് റീജിയനിൽ ഒക്കെയാണ് എന്ത് സ്വാമ്പ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്വാമ്പ് ഫോറസ്റ്റ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്റ്റ് സലൈൻ എക്സ്പാൻസസ് ഓഫ് രാജസ്ഥാൻ, ഫ്രഷ് വാട്ടർ ലേക്സ്, the freshwater marshes of Ganga plain, the flood plains of Brahmaputra and in the deltaic regions of Sundarbans ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. The marshy and expansive deltaic region of Ganga plain in the West Bengal is Sundarban. എന്താണ് സുന്ദർബൻസ് എന്നാണ് ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സുന്ദർബൻസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഗംഗാ പ്ലെയിനിൻ്റെ ഭാഗമായിട്ട് വരുന്ന എന്താണ് ദ മാർഷി ആൻഡ് എക്സ്പാൻസീവ് ഡെൽറ്റായിക് റീജിയൻ. മാർഷി എന്ന് വെച്ചാൽ ചതുപ്പ് നിറഞ്ഞതും എക്സ്പാൻസീവ് വിശാലമായിട്ടുള്ള ഡെൽറ്റ റീജിയനെയാണ് എന്ത് പറയുന്നത് സുന്ദർബൻസ്. മനസ്സിലായോ? അപ്പോൾ ദ മാർഷി ആൻഡ് എക്സ്പാൻസീവ് ഡെൽറ്റായിക് റീജിയൻസ് ഓഫ് ഗംഗാ പ്ലെയിൻ ഇൻ ദ വെസ്റ്റ് ബംഗാൾ ഈ സുന്ദർബൻ. വെസ്റ്റ് ബംഗാളിലെ എന്താണ് ഗംഗാ പ്ലെയിനിൽ കാണപ്പെടുന്ന ഒരു മാർഷി ആൻഡ് എക്സ്പാൻസീവ് ഡെൽറ്റായിക് റീജിയനെയാണ് നമ്മൾ സുന്ദർബൻസ് എന്നറിയപ്പെടുന്നത്. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ലക്ഷറീസ്ലി ഇൻ ദിസ് റീജിയൻ ഈസ് മാൻഗ്രോവ്സ്. ഇവിടെ ഭയങ്കരമായിട്ട് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷൻ എന്താണ്? അത് എന്താണ് മാൻഗ്രോവ്സ് എന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളാണ്. ദിസ് റീജിയൻ സെർവ്സ് ആസ് എ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോർ ദ റോയൽ ബംഗാൾ ടൈഗർ. റോയൽ ബംഗാൾ ടൈഗറിൻ്റെ നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് സ്വാമ്പ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ സുന്ദർബൻ റീജിയനിലാണ് ആരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്? റോയൽ ബംഗാൾ ടൈഗർ. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ നാഷണൽ അനിമലാണ് റോയൽ ബംഗാൾ ടൈഗർ. അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഹാബിറ്റാറ്റ് എവിടെയാണ്? സുന്ദർബൻസ് ഡെൽറ്റായിക് റീജിയനിൽ. കേട്ടോ. ഇനി അടുത്തത് ദ റൂട്ട് ഓഫ് മാൻഗ്രൂവ് ഫോറസ്റ്റ് ക്രിയേറ്റ് എ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോർ ന്യൂമറസ് അക്വാട്ടിക് സ്പീഷീസ് ഇൻക്ലൂഡിംഗ് ഫിഷ്. ഫിഷ് ഉൾപ്പെടെയുള്ള അക്വാട്ടിക് സ്പീഷീസിന് ജലത്തിൽ ജീവിക്കുന്ന ജീവിവർഗ്ഗങ്ങൾക്ക് ഈ പറയുന്ന മാൻഗ്രൂവ്സിൻ്റെ വേരുകളുണ്ടല്ലോ അത് എന്താണ് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ദേ ആർ ദ അബോർഡ് ഓഫ് വേരിയഡ് സ്പീഷീസ് ഓഫ് ബേർഡ്സ്. സുന്ദരി എ ടൈപ്പ് ഓഫ് മാൻഗ്രൂവ് സ്റ്റാൻഡ്സ് ഔട്ട് വൺ ഓഫ് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദി സുന്ദർബൻസ് ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോർഡ് ഓഫ് വേരിയഡ് സ്പീഷീസ് ഓഫ് ബേർഡ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വർഗത്തിൽപ്പെട്ട ബേർഡ്സിൻ്റെയൊക്കെ ഒരു എന്താണ് അബോർഡ് വാസസ്ഥലമാണ്. അതുപോലെ സുന്ദരി, ഇവിടെ കാണപ്പെടുന്ന ആ ഒരു കണ്ടൽ ചെടിയുടെ ആ ഒരു ടൈപ്പ് സുന്ദരി എന്ന് പറയും. അതുകൊണ്ടാണ് സുന്ദർബൻസ് ഡെൽറ്റ എന്ന പേര് വന്നത്. സുന്ദരി ഈസ് എ ടൈപ്പ് ഓഫ് മാൻഗ്രൂവ് സ്റ്റാൻഡ്സ് ഔട്ട് ഓഫ് ദി ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദി സുന്ദർബൻ. സുന്ദർബൻ ഡെൽറ്റയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സുന്ദരി എന്നറിയപ്പെടുന്ന ആ മാൻഗ്രൂവ്സിൻ്റെ സാന്നിധ്യം. അപ്പോൾ അവിടെ കാണപ്പെടുന്ന മാൻഗ്രൂവ്സ് സുന്ദരി എന്ന ടൈപ്പിലുള്ള മാൻഗ്രൂവ്സ് ആണ്. അടുത്തത് ലൊക്കേറ്റ് ദ സുന്ദർബൻസ് ഡെൽറ്റ ഫൈൻ റെഫറിംഗ് ടു അറ്റ്ലസ് നോക്കിയിട്ട് ഈ സുന്ദർബൻ ഡെൽറ്റയെ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുള്ളൂ, സുന്ദർബൻ ഡെൽറ്റായിക് റീജിയൻ ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സാറ്റലൈറ്റ് ഇമേജ് ഓഫ് സുന്ദർബൻസ് ഡെൽറ്റ കണ്ടോ. പിന്നെ സുന്ദരി മാൻഗ്രൂവ്സ്, അവിടെ കാണപ്പെടുന്ന മാൻഗ്രൂവ്സ് സുന്ദരി എന്നറിയപ്പെടുന്ന അതിൻ്റെയൊക്കെ ഫിഗറാണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയുള്ളൂ, ഇവിടെ ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ മേജർ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് നമ്മൾ പഠിച്ചു, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് നമ്മൾ പഠിച്ചു. പിന്നെ ഏതാണ്? ദ സ്വാമ്പ് ഫോറസ്റ്റ്, സ്വാമ്പ് ഫോറസ്റ്റ് അല്ലേ, ചതുപ്പ് നിലവനങ്ങൾ. ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അടുത്തത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മേജർ സോയിൽ ടൈപ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട സോയിൽ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നോക്കിയോളൂ, ദ സോയിൽ വിച്ച് ഈസ് വൈഡ് സ്പ്രെഡ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണെന്ന് പറയും കേട്ടോ. ദ അലൂവിയൽ സോയിൽ വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. അതായത് ഈ അലൂവിയൽ സോയിലിൻ്റെ ആ ഒരു പ്രത്യേകത, അതിൻ്റെ ആ ഒരു സ്വഭാവം എവിടെ നിന്ന് എവിടം വരെ വേരി ചെയ്യാം. അതായത് സാൻഡി ലോം എന്ന് വെച്ചാൽ മണൽ കൂടുതലുള്ള ആ മണ്ണ് മുതൽ ടു ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ്, ആ അത്രയും വരെ വേരി ചെയ്യാം. അങ്ങനെ ഒരു വേരിയേഷൻ ഏതിലുണ്ട്? അലൂവിയൽ സോയിലിനുണ്ട്. ഇനി ദ അലൂവിയൽ സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ലിമിറ്റഡ് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ ആൻഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ദ പ്ലെയിൻസ് ഓഫ് ഗുജറാത്ത്. രാജസ്ഥാനിലെ വളരെ കുറച്ച് പ്രദേശങ്ങളിലും പിന്നെ ഗുജറാത്തിൻ്റെ എന്താണ് പ്ലെയിൻസിൽ ധാരാളമായിട്ടും എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ കാണപ്പെടുന്നുണ്ട്. ദെയർ ആർ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലൂവിയൽ സോയിൽസ് ഡെവലപ്ഡ് ഇൻ ദ ഗംഗാ പ്ലെയിൻ. ഗംഗാ പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്നത് 2 ടൈപ്പ് അലൂവിയൽ സോയിലാണ് നമ്മൾ
പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഖാദർ ആൻഡ് ബങ്കർ. ഏതാണ്? ഖാദർ ആൻഡ് ബങ്കർ. അതിൽ ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയൽ സോയിലും ബങ്കർ എന്ന് പറഞ്ഞാൽ ഓൾഡ് അലൂവിയൽ സോയിൽ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Write the characteristic features of these two types of soil by referring to the previous topic. പ്രീവിയസ് ടോപ്പിക്കിന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഖാദർ ന്യൂ അലൂവിയൽ സോയിലും ബങ്കർ ഓൾഡ് അലൂവിയൽ സോയിൽ എന്നും. ദ അലൂവിയൽ സോയിൽ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻസ് ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി ആർ മോർ ലോമി ആൻഡ് ക്ലേ. അതായത് ഈ ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻ, മിഡിൽ ഗംഗ പ്ലെയിനിലും ലോവർ ഗംഗ പ്ലെയിനിലും പിന്നെ ബ്രഹ്മപുത്ര വാലിയിലും കാണപ്പെടുന്ന എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? മോർ ലോമി, കൂടുതൽ ലോമിയാണ്, നേർത്തതും. പിന്നെ ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ് കലർന്നതുമാണ്. അപ്പോൾ എന്താണ്? മോർ ലോമി ആൻഡ് ക്ലേ. അങ്ങനെയുള്ള എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത് ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിനിലും ബ്രഹ്മപുത്ര വാലിയിലും. ഇനി അലൂവിയൽ സോയിൽ ഈസ് വെൽ സൂട്ടഡ് ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് വളരെ അനുയോജ്യമാണ് ഏത്? അലൂവിയൽ സോയിൽ, അതായത് നമ്മുടെ എക്കൽ മണ്ണ്. ഇനി ദ റെഡ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ദി മിഡിൽ ഗംഗ പ്ലെയിൻ. മിഡിൽ ഗംഗ പ്ലെയിനിൽ കാണപ്പെടുന്നത്, മിഡിൽ ഗംഗ പ്ലെയിനിൻ്റെ സദേൺ പാർട്ടിൽ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് റെഡ് സോയിലാണ് കേട്ടോ. ചെമ്മണ്ണെന്ന് പറയും, ചെമ്മണ്ണാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് അയൺ ഇൻ ദ സോയിൽ ദാറ്റ് ഗീവ്സ് എ റെഡ് കളർ ടു ഇറ്റ്. ഈ ഇവിടെ കാണപ്പെടുന്നത് റെഡ് സോയിലാണെന്ന് പറഞ്ഞു. ഈ റെഡ് കളർ അതിന് കൊടുക്കുന്നത് അയണിൻ്റെ സാന്നിധ്യമാണ്, ഇരുമ്പിൻ്റെ സാന്നിധ്യം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോക്കിയോ, ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻ, ലോവർ ഗംഗ പ്ലെയിനിലും മിഡിൽ ഗംഗ പ്ലെയിനിലും കാണപ്പെടുന്നത് അലൂവിയൽ സോയിലാണ്. എങ്ങനെയുള്ള അലൂവിയൽ സോയിലാണ്? അലൂവിയൽ സോയിൽ മോർ ലോമി ആൻഡ് ക്ലേ, വളരെ ലോമിയും വളരെ ക്ലേ ആയിട്ടുള്ള അല്ലേ, കളിമണ്ണ് കലർന്നതും പിന്നെ നല്ല നേർത്തമായിട്ടുള്ള ഒരു അലൂവിയൽ സോയിലാണ് ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിനിൽ കാണപ്പെടുന്നത്. ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻ, പിന്നെ ബ്രഹ്മപുത്ര പ്ലെയിനിൽ കാണപ്പെടുന്നത്. മിഡിൽ ഗംഗ പ്ലെയിനിൻ്റെ സദേൺ പാർട്ടിൽ കാണപ്പെടുന്നത് റെഡ് സോയിൽ, സദേൺ പാർട്ട് ഓഫ് ദി മിഡിൽ ഗംഗ പ്ലെയിനിൽ കാണപ്പെടുന്നത് റെഡ് സോയിൽ. അനി അത് എന്തുകൊണ്ടാണ് റെഡ് സോയിലിന് റെഡ് കളർ വന്നത്? പ്രസൻസ് ഓഫ് അയണിൻ്റെ പ്രസൻസ് കൊണ്ട്. ഇനി നോക്കിയോളൂ, the soil found in the സുന്ദർബൻ ഡെൽറ്റാക് റീജിയൻ ഈ സലൈൻ സോയിൽ. സുന്ദർബൻ ഡെൽറ്റാക് റീജിയനിൽ കാണപ്പെടുന്നത് സലൈൻ സോയിൽ, ലവണമണ്ണെന്ന് പറയും. വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഹയർ പ്രസൻസ് ഓഫ് സോൾട്ട്. സോൾട്ടിൻ്റെ നല്ല രീതിയിലുള്ള അംശം ഉള്ളതുകൊണ്ടാണ് അത് എന്താണ് സലൈൻ സോയിൽ എന്നറിയപ്പെടുന്നത്. അതെവിടെയാണ്? സുന്ദർബൻ ഡെൽറ്റാക് റീജിയൻ. സുന്ദർബൻ ഡെൽറ്റാക് റീജിയനിൽ കാണപ്പെടുന്നത് ഏതാണ്? സലൈൻ സോയിലാണ്. സലൈൻ സോയിൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആൻഡ് ലോം. സലൈൻ സോയിലും എന്തുണ്ട്? സാൻഡ്, മണലും ഉണ്ട്, ലോം വളരെ നേർത്തതുമാണ്, മണലുണ്ട്, നേർത്തതുമാണ്. സീ വാട്ടർ ഇൻട്രൂഷൻസ് ഇൻ ടു ദ ഡെൽറ്റാസ് കോസസ് ദ ഫോർമേഷൻ ഓഫ് സലൈൻ സോയിൽ. സീ വാട്ടർ ഇൻട്രൂഷൻ എന്ന് വെച്ചാൽ സമുദ്രജല കയറ്റം ഈ ഡെൽറ്റാക് റീജിയനിൽ കാണപ്പെടുന്നത്. അതാണ് അവിടെ എന്ത് രൂപപ്പെടാൻ കാരണമായത്? സലൈൻ സോയിൽ രൂപപ്പെടാൻ കാരണമായത്. ഇനി സർട്ടൺ ഏരിയാസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ചില പ്രദേശങ്ങളിൽ വേർ ദർ ഈസ് ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ വിത്ത് എക്സസീവ് ഇറിഗേഷൻ ദ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഹാസ് ടേൺഡ് സലൈൻ. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ ചില പ്രദേശങ്ങളിൽ ഈ എന്തുപയോഗിച്ച് എക്സസീവായിട്ടുള്ള ഇറിഗേഷൻ, തീവ്രമായിട്ടുള്ള ഇറിഗേഷൻ എന്ന് വെച്ചാൽ അറിയാം ജലസേചനം, ജലസേചനം ഉപയോഗിച്ച് ഇൻറ്റൻസീവായിട്ടുള്ള കൾട്ടിവേഷൻ, വളരെ തീവ്രമായിട്ട് കൾട്ടിവേഷൻ നടത്തുന്നു അല്ലേ, കൃഷിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ദ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള അലൂവിയൽ സോയിൽ എന്തായി മാറുന്നു? സലൈൻ അല്ലേ, സലൈനായി മാറുന്നു, ലവണ സ്വഭാവമുള്ളതായിട്ട് മാറുന്നു. എലോങ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാളിൻ്റെ കോസ്റ്റൽ റീജിയനിൽ പീറ്റ് സോയിൽ ഈസ് ഓൾസോ ഫൗണ്ട്. അവിടെ പീറ്റ് എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഈ പീറ്റ് സോയിൽ കാണപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിൻ്റെ ചില പ്രദേശങ്ങളിൽ, വെസ്റ്റ് ബംഗാളിൻ്റെ കോസ്റ്റൽ റീജിയനിലാണ്. കോസ്റ്റൽ റീജിയൻ എന്ന് വെച്ചാൽ തീരപ്രദേശങ്ങളിൽ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ കോസ്റ്റൽ റീജിയനിൽ കാണപ്പെടുന്ന മണ്ണിന് എന്താണ്? പീറ്റ് സോയിലാണ്. സോയിൽ ടൈപ്പ് പീറ്റ് സോയിൽ. അരിഡ് സോയിൽ ഇസ് ദ സോയിൽ എക്സ്റ്റെൻസീവ്ലി ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ കാണപ്പെടുന്നതാണ് അരിഡ് സോയിൽ. അരിഡ് സോയിൽ എന്ന് വെച്ചാൽ വരണ്ട മണ്ണ്. എവിടെയാണ്? ഇൻക്ലൂഡിങ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന മണ്ണാണ് അരിഡ് സോയിൽ, വരണ്ട മണ്ണ്. ഇറ്റ് ഈസ് ജനറലി സാൻഡി ആൻഡ് സലൈൻ ഇൻ നേച്ചർ. ഇത് സാൻഡിയാണ്, സലൈനാണ്. സാൻഡി എന്ന് വെച്ചാൽ മണൽ കലർന്നതും, സലൈൻ എന്ന് വെച്ചാൽ ലവണാംശം ഉള്ളതുമാണ്. As this soil lacks humus and moisture, irrigation support is required for the plants to grow. അതായത് ഇവിടെ ഈ മണ്ണിൽ എന്താണ്? ഹ്യൂമസ് കണ്ടന്റ് ഇല്ല, മോയ്സ്ചർ ഇല്ല, അതുകൊണ്ട് ഇറിഗേഷൻ സപ്പോർട്ട് വേണം, ജലസേചന സൗകര്യം വേണം. എന്തിനാണ്? പ്ലാന്റ്സ് ടു ഗ്രോ. ഇവിടെ സസ്യങ്ങളൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മണ്ണിൽ, അരിഡ് സോയിലിൽ സസ്യങ്ങളൊക്കെ വരണ്ടു വരാൻ വേണ്ടി. നോർമലി അതിൽ സസ്യങ്ങളൊന്നും വളരത്തില്ല. അപ്പോൾ അവിടെ എന്താണ്? എക്സ്ട്രാ നമുക്ക് ഇറിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സസ്യങ്ങളൊക്കെ വളർത്തിയെടുക്കാം.
ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയാണ് സോയിൽ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ സോയിലിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അടുത്ത നോക്കുള്ളൂ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ അനലൈസിംഗ് പ്രൊവൈഡഡ് മാപ്പ് ഫിഗർ 2.25 അനലൈസ് ദം. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട സോയിൽസ് ഏതൊക്കെയാണെന്ന്. അലൂവിയൽ സോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, റെഡ് സോയിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏത് സോയിലാണ്? ഒരു അരിഡ് സോയിൽ അല്ലേ, വരണ്ട മണ്ണ് അവിടെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന വിവിധ തരം സോയിൽ ടൈപ്സിൻ്റെ ഒരു ഫിഗറാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ലൈഫ് അതിനെക്കുറിച്ചാണ്. അടുത്തത് ദ ഹ്യൂമൻ ലൈഫ്, ജനജീവിതം അല്ലേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയുള്ളൂ. ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ, ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പ്രസൻസ് ഓഫ് പെറനിയൽ റിവേഴ്സ് ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലഭൂയിഷ്ടമുള്ള മണ്ണ്, പിന്നെ ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, നിരപ്പാർന്ന ഒരു ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി, പ്രസൻസ് ഓഫ് പെറനിയൽ റിവേഴ്സ്, എപ്പോഴും പെറനിയലായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും വെള്ളമുള്ള നദികൾ അല്ലേ, വറ്റാത്ത നദികൾ അല്ലേ. അപ്പോൾ എന്താണ്? പ്രസൻസ് ഓഫ് പെറനിയൽ റിവേഴ്സ്, ഒരിക്കലും വറ്റാത്ത നദികൾ, ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. Although this extensive plain accounts for less than 1/4 of the total area of our country, it is home to more than half India's total population. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 1/4, ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 1/4 ഭാഗമാണ്, 1/4 പാർട്ടാണ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതിൽ തന്നെ പക്ഷേ ഇന്ത്യയുടെ മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ്റെ ഹാഫ് പോർഷനോളം ആൾക്കാർ താമസിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. അപ്പോൾ ഇന്ത്യയുടെ മൊത്തം ഏരിയയുടെ 1/4 ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നിരുന്നാലും ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 2/1 ഭാഗം ആൾക്കാർ, പകുതിയോളം ആൾക്കാർ ജീവിക്കുന്നത് എവിടെയാണ്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയനാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? The North Indian Plain plays a very significant role in building India's economic system based on agriculture sector. ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിൽ അഗ്രികൾച്ചർ സെക്ടറിനെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റം, സമ്പദ് വ്യവസ്ഥയെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വളരെ വലിയ പങ്കുണ്ട്. വീറ്റ്, റൈസ്, ജൂട്ട് ആൻഡ് ഷുഗർ കെയിൻ ആർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഹിയർ. ഇവിടെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഗോതമ്പ്, വീറ്റ്, പിന്നെ റൈസ്, നെല്ല്, ജൂട്ട്, ചണം, പിന്നെ ഷുഗർ കെയിൻ, കരിമ്പ് എന്നിവയൊക്കെയാണ്. ഇനി എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ സപ്പോർട്ടഡ് ബൈ ഇറിഗേഷൻ ഹാസ് മെയ്ഡ് ദിസ് പ്ലെയിൻ ദ ഗ്രാനറി ഓഫ് ഇന്ത്യ. എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ അതിതീവ്രമായിട്ടുള്ള കൃഷി, സപ്പോർട്ടഡ് ബൈ ഇറിഗേഷൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ജലസേചനത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ ഹാസ് മെയ്ഡ് എന്താക്കി തീർക്കുന്നു? ദിസ് പ്ലെയിൻ ദ ഗ്രാനറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗ്രാനറി, ധാന്യ കലവറയാക്കി മാറ്റുന്നു. അതായത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ സഹായത്തോടു കൂടി? സപ്പോർട്ട് ഓഫ് ഇറിഗേഷൻ്റെ സഹായത്തോടു കൂടി. ദ എൻറ്റയർ പ്ലെയിൻ എക്സെപ്റ്റ് ദ താർ ഡെസേർട്ട് ഹാസ് എ വെൽ ഡെവലപ്ഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ് ആൻഡ് റെയിൽവേസ്. ഈ ഥാർ മരുഭൂമി ഒഴികെയുള്ള ഈ സമതലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡിൻ്റെയും റെയിലിൻ്റെയും വളരെ വലിയ ഒരു നെറ്റ്വർക്കുണ്ട്, ശൃംഖലയുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ റോഡ് നെറ്റ്വർക്കും റെയിൽ നെറ്റ്വർക്കും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. ഏത് ഭാഗം ഒഴികെ? ഥാർ ഡെസേർട്ട് ഒഴികെയുള്ള ഭാഗത്ത്. ദിസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ഫെസിലിറ്റേറ്റഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഓഫ് ദിസ് റീജിയൻ. ഇത് വലിയ തോതിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ അർബനൈസേഷൻ, വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ് ആർ ദ 3 different cropping seasons in the North Indian plain during which varied crops are cultivated. അതായത് ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 തരത്തിലുള്ള ക്രോപ്പിംഗ് സീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ക്രോപ്പിംഗ് സീസണിലായിട്ടാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വിവിധ തരത്തിലുള്ള ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഖാരിഫ് സീസണിൽ ചില ടൈപ്പ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, അടുത്ത റാബി സീസണിൽ ചില ടൈപ്പ് ഓഫ് ക്രോപ്സ്, സെയ്ദ് സീസണിൽ ചില ടൈപ്പ് ഓഫ് ക്രോപ്സ്. ഇനി ഇതിൻ്റെ 3നെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറഞ്ഞത്. ഖാരിഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഖാരിഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. റാബി ബിഗിൻസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് ദി കോൾഡ് സീസൺ.
കോൾഡ് സീസൺ തുടങ്ങുന്ന ആ സമയത്താണ് റാബി കൃഷി ചെയ്യുന്നത് കേട്ടോ, റാബി സീസൺ ആരംഭിക്കുന്നത്. സെയ്ദ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്പ്. റാബി ക്രോപ്പിൻ്റെ കൾട്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കുന്നതാണ് ഏത്, സെയ്ദ് എന്ന് പറയുന്ന കൾട്ടിവേറ്റിംഗ് സീസൺ. അതാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത്. ഖാരിഫ്, റാബി, സെയ്ദ്, അതിൽ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ എന്നറിയപ്പെടുന്നത് ഈ സെയ്ദാണ്. ഇനി ഇതാ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വിവിധ തരത്തിലുള്ള ക്രോപ്പിംഗ് സീസൺ, അതായത് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കൃഷി ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ക്രോപ്പിംഗ് സീസൺസിനെ കുറിച്ചാണ്. അതിൽ ഓരോന്നും കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയുള്ളൂ. ഫസ്റ്റ് ഖാരിഫ് എപ്പോഴും മുതലാണ്, ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അല്ലേ, അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് സീസൺ എന്നറിയപ്പെടുന്നത്. മേജർ ക്രോപ്സ് ഏതാണ്, ട്രോപ്പിക്കൽ ക്രോപ്സ്, ഉഷ്ണമേഖലാ വിളകൾ. ട്രോപ്പിക്കൽ ഉഷ്ണമേഖലാ വിളകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ്, റൈസ്, കോട്ടൺ, ജൂട്ട്, ബജ്ര, തൂർത് എക്സെട്ര. അപ്പോൾ ഈ ഓരോ ക്രോപ്സും നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. ഖാരിഫിൽ ഏതൊക്കെ വരും എന്നുള്ളത്. ഏതൊക്കെയാണ്, നെല്ല്, റൈസ് എന്ന് വെച്ചാൽ നെല്ല്, പിന്നെ കോട്ടൺ പരുത്തി, ജൂട്ട് ചണം, പിന്നെ ബജ്ര, തൂർ എന്ന് വെച്ചാൽ തുവരപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ട്രോപ്പിക്കൽ ക്രോപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈസ്, കോട്ടൺ, ജൂട്ട്, ബജ്ര, തൂർ എന്നിവയാണ് കേട്ടോ. അതാണ് ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്നത്. അടുത്തത് റാബി എപ്പോഴും മുതലാണ്, സെപ്റ്റംബർ വരെ ഖാരിഫ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഏതാണ്, സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ. അപ്പോൾ റാബി ഫ്രം ഒക്ടോബർ ടു മാർച്ച്, ഒക്ടോബറിൽ നിന്ന് മാർച്ച് വരെ, ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബി സീസൺ. അവിടെ ടെമ്പറേറ്റ് സബ് ട്രോപ്പിക്കൽ ക്രോപ്സ്, അവിടെ കൃഷി ചെയ്യുന്നത് ടെമ്പറേറ്റ് സബ് ട്രോപ്പിക്കൽ ക്രോപ്സ്, മിതോഷ്ണ ഉപോഷ്ണ വിളകൾ കേട്ടോ. ടെമ്പറേറ്റ് സബ് ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്, ബാർലി എക്സെട്ര. ഇതൊക്കെയാണ് വീറ്റ് ഗോതമ്പ്, പിന്നെ ഗ്രാം പയറുവർഗ്ഗങ്ങൾ, പിന്നെ മസ്റ്റാർഡ് കടുക്, ബാർലി ഇതൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ കൃഷി ചെയ്യുന്നത്. അടുത്തതാണ് സെയ്ദ് മാർച്ച് വരെ നമ്മൾ റാബി കൃഷി ചെയ്തു. മാർച്ച് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഏതാണ്, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ. അപ്പോൾ ഫ്രം ഏപ്രിൽ ടു ജൂൺ, ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇതാണ് സെയ്ദ് എന്ന് പറയുന്ന ക്രോപ്പിംഗ് സീസണാണ്. അവിടെ കൃഷി ചെയ്യുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോഡർ എക്സെട്ര. വെജിറ്റബിൾസ് പച്ചക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ് പഴങ്ങൾ, പിന്നെ ഫോഡർ എന്ന് വെച്ചാൽ കാലിത്തീറ്റ. ഇതൊക്കെയാണ് സെയ്ദിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ഈ ഒരു ടേബിൾ വരച്ച് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോളണം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫ്, ഒക്ടോബർ ടു മാർച്ച് വരെ റാബി, പിന്നെ ഏപ്രിൽ ടു ജൂൺ. കാരണം ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസണാണ് സെയ്ദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെ അവിടെ കൃഷി ചെയ്യുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫോഡറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്, നോക്കിയോളൂ. ഇതും കൂടെ ഈ ഒരു പാരഗ്രാഫും കൂടെ നമ്മുടെ ഈ യൂണിറ്റ് അങ്ങ് തീരും. വി ഹാവ് ഡിസ്കസ്ഡ് ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ ക്രോപ്സ് മെൻഷൻഡ് എബോ ആർ നോട്ട് യൂണിഫോംലി കൾട്ടിവേറ്റഡ് അക്രോസ് ദ എൻറ്റയർ പ്ലെയിൻ. ആ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കൃഷികളും എല്ലാ സ്ഥലത്തും ഒരുപോലെ കൃഷി ചെയ്യുന്നില്ല. ദെയർ ആർ റീജിയണൽ ഡൈവേഴ്സിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ദെയർ ക്രോപ്പിംഗ് പാറ്റേൺ. അതായത് പ്രാദേശികമായിട്ട് ഈ വിളകളുടെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിലും അതിൻ്റെ കൃഷി രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇനി you might have acquired a general awareness about the location and the extension of the North Indian plain as well as the process by which this extensive plain was formed. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പോഗ്രഫിക് റീജിയൻ്റെ വ്യാപ്തി, അതിൻ്റെ കിടപ്പ്, അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന്. ദിസ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് റിച്ച് ഔട്ട്പുട്ട് and abundance of perennial rivers plays a significant role in shaping cultural diversity in India. അതായത് ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായിട്ടുള്ള ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്കുണ്ട്. പിന്നെ സെർവിങ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യാസ് അഗ്രികൾച്ചർ ബേസ്ഡ് എക്കോണമി, ദിസ് പ്ലെയിൻ ബിയർസ് എ ഡിസിസീവ് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ നേഷൻസ് ഫുഡ് സെക്യൂരിറ്റി. അതായത് ഇന്ത്യയുടെ ബാക്ക് ബോൺ എന്നാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ നട്ടെല്ലെന്നാണ്. കാരണം എന്താണ്, ഇന്ത്യയുടെ അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ഫുൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ദിസ് പ്ലെയിൻ ബിയർസ് എ ഡിസിസീവ് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ നേഷൻസ് ഫുഡ് സെക്യൂരിറ്റി. അതുമാത്രമല്ല ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നതും ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണെന്നാണ് പറഞ്ഞത്. കാരണം അവിടെയാണ് നല്ല രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്ത് നമുക്കുള്ള വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ദ ഫെസിലിറ്റീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡഡ് ബൈ ദ പ്ലെയിൻ ഹാവ് ബീൻ ഫെസിലിറ്റേറ്റിംഗ് ദ സ്പ്രെഡ് ആൻഡ് കൾച്ചറൽ ഡിഫ്യൂഷൻ ഓഫ് ദി പീപ്പിൾ ഫോർ ഡീക്കേഡ്സ്. അതായത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നൽകുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇതൊക്കെ ഡീക്കേഡ്സിന് മുമ്പ് തന്നെ
ജനങ്ങൾ അവിടെയൊക്കെ വ്യാപിക്കുന്നതിനും അവർ പരസ്പര ഇടപെടലിനൊക്കെ ഇടയാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്ലൂറൽ ആൻഡ് മിക്സഡ് സൊസൈറ്റി ദാറ്റ് ഡെവലപ്ഡ് ത്രൂ ദിസ് ഈസ് ടു ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ. അതായത് അതിലൂടെ രൂപപ്പെട്ട ഒരു പ്ലൂറൽ ആൻഡ് മിക്സഡ് സൊസൈറ്റി, മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി, നമ്മുടെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. ഇങ്ങനെ പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 പാർട്ട് വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ പകുതി വരെ ഭാഗം, രണ്ടാമത്തെ പാർട്ടിൽ പകുതി വരെ ഭാഗമുള്ള ടെക്സ്റ്റ് എക്സ്പ്ലനേഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അത് അടുത്ത ഒരു ക്ലാസ്സിലായിട്ട്. ഓക്കെ, താങ്ക് യു.